ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും ഷാജിൻ സാർ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് ക്യാരറ്റ് വെച്ചിട്ടൊരു ഡിസേർട്ട് ഐറ്റമാണ്. എങ്ങനെയാണിത് തയ്യാറാക്കുക എന്നുള്ളത് നമുക്ക് കാണാം. അതിനു മുൻപ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എങ്ങനെയാണിത് തയ്യാറാക്കുക എന്നുള്ളത് നമുക്ക് കാണാം. ഈ റെസിപ്പി തയ്യാറാക്കാനായിട്ട് നമ്മൾ ക്യാരറ്റ് ഇതാ ഈ സൈസിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊരു പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കാനുണ്ട്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള പാൽ ഒഴിച്ചിട്ട് അരച്ചെടുക്കുന്നുണ്ട്. എത്രയാണോ ക്യാരറ്റ് നമ്മൾ എടുക്കുന്നത് അതിൻ്റെ ആവശ്യത്തിനുള്ള പാൽ ഒഴിച്ചിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ എല്ലാം തന്നെ നമ്മളവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് അതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്തിട്ട് നമ്മൾ സ്റ്റൗവിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതാ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു ഗ്ലാസ് റവയാണ്. ഒരു ഗ്ലാസ് ഫുള്ളായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല, കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി എടുത്തിട്ടുള്ളത് ഒരു കയ്യിൽ പാൽപ്പൊടിയാണ്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന റവ വീണ്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് കുറുകി വരാനായിട്ട് ഒരുപാട് സമയം നമ്മളിവിടെ ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. വീഡിയോയുടെ ലെങ്ത്ത് കൂടണ്ട എന്ന് വിചാരിച്ചിട്ട് ഇതിൽ ആഡ് ചെയ്യാത്തതാണ്. ഇതിൽ കുറച്ച് നെയ്യ് വീണ്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുക. ചട്ടിയിൽ നിന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു പരുവമാവുന്ന സമയത്ത് സ്റ്റൗ ഓഫ് ചെയ്യുന്നുണ്ട്. അതിൽ കുറച്ച് നെയ്യ് തടവിയതിന് ശേഷം നമ്മളിത് കുറച്ചെടുത്തിട്ട് ബോളാക്കി എടുക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ നമ്മളിങ്ങനെ ഒരു സ്റ്റീമറിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. സ്റ്റീമറില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഓട്ടപാത്രത്തിൽ ചെയ്തെടുത്താലും മതി. ഇങ്ങനെ ക്ലോസ് ചെയ്തതിന് ശേഷം സ്റ്റീം വരുന്ന സമയത്ത് നമുക്കിത് ഓഫ് ചെയ്യാവുന്നതാണ്. ഇതെല്ലാം തന്നെ സ്റ്റീമായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് പാലാണ്. പാൽ നമ്മൾ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ക്യാരറ്റിലും കുറച്ച് പഞ്ചസാര ചേർത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെയും കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കണ്ടൻസ്ഡ് മിൽക്കാണ്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഒഴിച്ചു കൊടുക്കാം. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മളിവിടെ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ബോൾസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലപോലെ തണുപ്പിച്ചിട്ട് വേണം ഇത് കഴിക്കാനായിട്ട്. അപ്പോഴാണ് ഇതിൻ്റെ നല്ല ടേസ്റ്റ് വരിക. ഇത് ഇളക്കുന്ന സമയത്ത് ഇതിൻ്റെ ബോൾസ് പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നമ്മുടെ കയ്യിലുള്ള നട്ട്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് ഇട്ട് കൊടുക്കാം. കാഷ്യൂ നട്ട്, ബദാം, പിസ്ത എന്താ നമ്മുടെ കയ്യിലുള്ളത് വെച്ച് കഴിഞ്ഞാൽ നമുക്കതിൽ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്തിട്ട് നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്താണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ക്യാരറ്റ് റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്.